നമസ്കാരം. സതീശൻ, ഷാഫി, രാഹുൽ പക്ഷത്തിനെതിരെ കഴിഞ്ഞ ദിവസമാണ് ചാണ്ടി ഉമ്മൻ വമ്പൻ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ചുമതലയും തന്നില്ല എന്ന സങ്കടം അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് പരസ്യമായി പറയേണ്ടി വന്നു. അത്തരത്തിലുള്ള പല സങ്കടങ്ങളും അദ്ദേഹം കോൺഗ്രസിനകത്ത് പറഞ്ഞിട്ട് പരിഹാരമാകാത്തതിനെ തുടർന്നാകാം ഒരുപക്ഷെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറയേണ്ടി വന്നത്. ഇത് വി ഡി സതീശനെതിരെയുള്ള ഒരു ഒളിയമ്പാണ് എന്ന് നമുക്ക് 100% മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കോൺഗ്രസിൽ നിന്ന് ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ആളുകളാണ് വിട്ടുപിരിഞ്ഞു പോയത്, രാജിവെച്ചൊഴിഞ്ഞു പോയത്. പ്രധാനപ്പെട്ട പല നേതാക്കളും രാജിവെച്ച് ഇടതുപക്ഷത്തിലേക്ക് പോയി. KPCCയുടെ IT സെല്ലിന്റെ കൺവീനറായിരുന്ന സരിൻ കോൺഗ്രസിന്റെ എല്ലാ കപടമുഖങ്ങളും തുറന്നു കാട്ടിക്കൊണ്ടാണ് ഇടതുപക്ഷത്തിലേക്ക് പോയത്. അവസാനം ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം പാലക്കാട് മത്സരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. എന്താണോ സരിൻ പറഞ്ഞത് അത് തന്നെയാണ് ആ പാർട്ടി വിട്ടിറങ്ങിയ എല്ലാവരും പിന്നീട് പറഞ്ഞു കേട്ടത്. ഇപ്പതാ ചാണ്ടി ഉമ്മനും ഏറെക്കുറെയൊക്കെ പറയുന്നത് അത് തന്നെയാണ്. ചാണ്ടി ഉമ്മൻ പറയുന്നു, പലരെയും ഈ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, നീക്കി നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് പറയുകയാണ്. ഒരു ഏകാധിപത്യ ഭരണം തന്നെയാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്ന് ചാണ്ടി ഉമ്മൻ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വലിയ രീതിയിലുള്ള അന്തിചർച്ചകൾ നടത്തുന്നു. ആ അന്തിചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന വി ഡി സതീശനോടും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോടും ഒക്കെ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ അവർ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നില്ല. വി ഡി സതീശൻ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു മറുപടി കൊടുക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞ് ഈ ചാണ്ടി ഉമ്മനെ ആക്ഷേപിക്കുകയാണ്, ചെറുതായി കാണുകയാണ്. രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ ഇങ്ങനൊരു വാർത്ത കേട്ടിട്ടേയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ചർച്ച കോൺഗ്രസിനകത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വി ഡി സതീശനെതിരെയാണ്, അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ്, അത് ഷാഫി പറമ്പലിനെതിരെയാണ്. ഇവരുടെ ഈ പക്ഷം ചേർന്നുള്ള ഈ കോൺഗ്രസിനെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കോൺഗ്രസ് സംസ്കാരമുണ്ടല്ലോ, അത് അപകടമാണ് എന്ന് തന്നെയാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ തന്ത്രങ്ങൾ കൊണ്ട് എന്തായാലും ഇനി ഭരണത്തിൽ എന്തായാലും കേരളത്തിൽ കോൺഗ്രസിന് വരാൻ പറ്റില്ല എന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മനും ഒക്കെ പറയാതെ പറഞ്ഞു വെക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് സുധാകരനെ മാറ്റുന്നതിനെ കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നു, സുധാകരനെ മാറ്റേണ്ടതില്ല, അതിനെപ്പറ്റി ആലോചിക്കേണ്ടതേ ഇല്ല എന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചേലക്കരയിൽ കോൺഗ്രസിനേറ്റ കനത്ത പരാജയത്തോടു കൂടി തന്നെ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ വീണ്ടും മൂന്നാമതും LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നാണ് കോൺഗ്രസ് പോലും വിലയിരുത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയ കനത്ത തിരിച്ചടി കിട്ടിയ സാഹചര്യത്തിൽ ഈ കോൺഗ്രസിന് എങ്ങനെയെങ്കിലും ഒക്കെ തടി തപ്പണം, പ്രത്യേകിച്ച് വി ഡി സതീശനൊക്കെ തടി തപ്പണം. വി ഡി സതീശനാണല്ലോ വലിയ രീതിയിൽ തന്നെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാകും, അത് കോൺഗ്രസിന് വലിയ തരംഗം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞത്. അവസാനം സിറ്റിംഗ് സീറ്റ് മാത്രമേ പിടിച്ചെടുത്താൻ പറ്റുകയുള്ളൂ. KC വേണുഗോപാൽ പറഞ്ഞിരുന്നല്ലോ, ചേലക്കര പിടിച്ചടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഫൈനലിൽ 2026 നിയമസഭാ ഇലക്ഷനിൽ UDF അധികാരത്തിൽ വരുമെന്ന്. അങ്ങനെ സംഭവിച്ചില്ല. അപ്പൊ മൊത്തത്തിൽ നാറി നിൽക്കുകയാണ് കോൺഗ്രസ്. അപ്പൊ ഇതൊക്കെ ആരുടെയും തലയിൽ വെച്ച് കെട്ടണം. അതിന് പറ്റിയ ഐറ്റം സുധാകരനാണ്. അങ്ങനെ സുധാകരനെ മാറ്റാം എന്ന രീതിയിലേക്കൊക്കെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സതീശന്റെ അടുത്തൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ അത് എനിക്കറിയില്ല, അങ്ങനെ ചർച്ച ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ എന്തോ മഹാവിജയം നേടിയതുപോലെയാണ് വി ഡി സതീശൻ സംസാരിക്കുന്നത്. സിറ്റിംഗ് സീറ്റുകൾ മാത്രമേ പിടിച്ചെടുത്താൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഇടതുപക്ഷത്തിന്റെ സീറ്റ് പിടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അത് മഹാവിജയമായിരുന്നു. കാരണം 99 സീറ്റ് ഉണ്ട് ഇടതുപക്ഷത്തിന്. ആ സീറ്റ് ഒരെണ്ണം പോലും തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ പല UDFന്റെ സീറ്റുകളും പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ്. കാരണം നിസാര വോട്ടുകൾക്കൊക്കെ ജയിച്ചാണ് പലയിടങ്ങളിലും UDFന്റെ MLA മാർ നിലവിൽ ഇപ്പോൾ ഉള്ളത്. അപ്പൊ അത് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അപ്പോ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ചാണ്ടി ഉമ്മൻ ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഇന്നലെ തന്നെ ചാണ്ടി ഉമ്മനെ അനുനയിപ്പിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ചാണ്ടി ഉമ്മൻ ഇന്നലെ പറഞ്ഞൊക്കെ ഇന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം, ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞോ എന്ന മട്ടിലാണ്. ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ സത്യങ്ങളും കോൺഗ്രസിന്റെ തനി മുഖം തുറന്നു കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് പെട്ടെന്ന് അദ്ദേഹം തിരിഞ്ഞു മറയുകയാണ്. മാധ്യമങ്ങളൊക്കെ വളച്ചൊടിച്ചതാണ് ആ വാർത്ത എന്നാണ് പറയുന്നത് നമ്മുടെ ചാണ്ടി ഉമ്മൻ. മാത്രവുമല്ല, ഞാൻ പ്രതിപക്ഷ നേതാവിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ചാണ്ടി ഉമ്മൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് മലക്കം പറയാം, കുഴപ്പമൊന്നുമില്ല. ഇദ്ദേഹം ഇനി വല്ല ഇടതുപക്ഷത്തിലേക്ക് പോകുമോ എന്ന ഭയത്തിലാണ് കേട്ടോ UDFനകത്തുള്ള പല സൈബർ വിങ്ങിലുള്ള പല സൈബർ വെട്ടുക്കിളികളും.
ഇന്നലെ മുതൽ കോൺഗ്രസിന്റെ ഈ ഒരു മുഖം തുറന്നു കാട്ടിയതിനെ തുടർന്ന് ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മനെ കോൺഗ്രസ്സുകാർ തന്നെ, കോൺഗ്രസിന്റെ പല ഒട്ടിക്കിളികൾ തന്നെ വലിച്ചു കയറുകയാണ്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. സ്വന്തം നേതാക്കളുടെ ഭാര്യമാരെ വരെ പല രീതിയിലും അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും സൈബർ വേട്ട നടത്തിക്കൊണ്ടൊക്കെ അവർ അവരുടെ തനി സ്വഭാവം കാണിച്ചിട്ടുള്ളതാണ്. ശബരിനാഥിന്റെ ഭാര്യയായിട്ടുള്ള ദിവ്യക്കെതിരെയൊക്കെ നടത്തിയിട്ടുള്ള സൈബർ വേട്ടകളൊക്കെ നമ്മുടെ മുമ്പിലുള്ളതാണ്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഒരു രീതിയിൽ ചാണ്ടി ഉമ്മനെ സൈബർ ഇടങ്ങളിലൊക്കെ വലിച്ചു കയറിക്കൊണ്ട് ഒന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് ഈ വെളിപ്പെടുത്തലുകൾ നിർത്താൻ വേണ്ടി ശ്രമം നടത്തി നോക്കി, നടന്നില്ല. അപ്പോൾ ഏതൊക്കെ രീതിയിൽ അനുനയിപ്പിച്ചിരിക്കുന്നു, പല മുതിർന്ന നേതാക്കളെ കൊണ്ടൊക്കെ പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ രേഖപ്പെടുത്തി ഇതിന്റെ പിന്നാലെ തന്നെ ചാണ്ടി ഉമ്മൻ മലക്കം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമുക്കൊന്ന് കാണാം. ഞാൻ എന്തോ വലിയ ഒരു എന്താ പറയാ നിലപാടെടുത്തു എന്ന തരത്തിൽ പറയുന്നത് ശരിയാണോ? പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരം ആക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഞാൻ പറഞ്ഞ എന്താണെന്ന് കേട്ടേ. ചുമതലകൾ ഇല്ലായിരുന്നത് കൊണ്ട് പാർട്ടി പറയുന്നിടത്ത് മാത്രം പോകണം എന്നുള്ള തീരുമാനിച്ചു. അത് പാലക്കാടും വയനാടും അതേപോലെ തന്നെ ചേലക്കരയും പാർട്ടി പറയുന്നിടത്ത് പോകണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാനതല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങളാണതിനെ ഊതിപ്പെരുപ്പിച്ച് വേറെ തരത്തിൽ കൊണ്ടുപോയി ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് പറയാതിരിക്കാൻ മേല. ഇനി അദ്ദേഹം ഇന്നലെ പറഞ്ഞ ആ പ്രതികരണങ്ങൾ കൂടി ഒന്ന് കാണാം. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്ക് അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതിന് ചർച്ചയ്ക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം ഒരു നിലപാടിലേക്ക് നോക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കണ്ടിട്ടില്ല. ഞാൻ പറയാം, അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. താഴെത്തട്ട്, അതിന് താഴെത്തട്ട് മുതൽ മേള് വരെ സംഘടന ആളുകളെ ചേർത്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഇവിടെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം അതുണ്ടാവുന്നു. അതിനകത്ത് APCC പ്രസിഡന്റിന് ഉത്തരവാദിത്വം, അദ്ദേഹത്തിന് മാത്രം ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത് അതിന്റെ മറുപടിയല്ല. ഇവിടെ എല്ലാവരും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്നിരുന്നു കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം. അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നത്. ചിലർ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് അവരെയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുപോയാൽ മാത്രമേ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂ. രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചിലർ മാറി നിൽക്കുകയും ചിലർ ഉൾപ്പെടാതെ വരികയും ചെയ്യുന്നു. പക്ഷെ അതിന് KPCC പ്രസിഡന്റ് മാറ്റത്താണോ അതിന്റെ മറുപടി? സംഘടനയെ അത് എന്ത് ചെയ്തു പുനഃസംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തുകയാണ് അതിന്റെ മറുപടി. ഈ രണ്ട് പ്രതികരണങ്ങൾ കാണുമ്പോഴും എവിടെ നിന്നാണ് ഇദ്ദേഹത്തെ സ്വാധീനിച്ചിരിക്കുന്നത്, ഇദ്ദേഹത്തെ ആരായിരിക്കും അനുനയിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ഏറെക്കൂടെയൊക്കെ നമുക്ക് മനസ്സിലായി കാണും. എന്തായാലും ചാണ്ടി ഉമ്മൻ മാത്രമല്ല, വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിരവധി ആളുകൾ പല വെളിപ്പെടുത്തലുകൾ നടത്താനുള്ള സാഹചര്യമുണ്ട്. വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് മുമ്പ് തന്നെ പലരും ഈ പാർട്ടി വിടാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പാർട്ടിയെ ഒരു പരുവത്തിലാക്കിയിരിക്കുന്നു VD സതീശനും സംഘവും. VD സതീശനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പട നയിച്ചാൽ എന്തായാലും തോൽവി അത് ഉറപ്പാണ് എന്ന് നന്നായി തന്നെ അറിയാം. സത്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു മെച്ചം എന്താണെന്ന് അറിയാമോ? VD സതീശനെ പ്രതിപക്ഷ നേതാവായിട്ട് കിട്ടി എന്നുള്ളതാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷമാണ് കോൺഗ്രസ് ഇങ്ങനെ നശിച്ച് നാരായണക്കൽ എടുത്തത്. കോൺഗ്രസിൽ നിന്ന് ഇത്രത്തോളം നേതാക്കൾ പിരിഞ്ഞുപോയ ഒരു സമയം ഈ കാലയളവിൽ ഉണ്ടായിട്ടേ ഇല്ല. ഇത്രയധികം കോൺഗ്രസ് അധപ്പതിച്ച ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വളരുകയല്ല, തളരുകയാണ് കേരളത്തിൽ എന്ന് ഇപ്പോഴും VD സതീശനും സുധാകരനും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. സംഘപരിവാർ രാഷ്ട്രീയം പറഞ്ഞു, RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ദിനത്തിൽ പങ്കെടുത്ത് തിരിതെളിച്ചുമൊക്കെ കോൺഗ്രസ് എന്ത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്? കോൺഗ്രസ് രാഷ്ട്രീയം മൃദു ഹിന്ദുത്വ രാഷ്ട്രീയമായി മാറുമ്പോൾ, കോൺഗ്രസ് രാഷ്ട്രീയം സംഘപരിവാർ രാഷ്ട്രീയമായി മാറുമ്പോൾ അത് വെറുത്ത് മതേതര മുഖം നഷ്ടപ്പെട്ടു കോൺഗ്രസിന് എന്ന് പറഞ്ഞ്, ഐക്യവും ജനാധിപത്യവും നഷ്ടപ്പെട്ടു കോൺഗ്രസിന് എന്ന് പറഞ്ഞ് കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ ഇറങ്ങും. അത് സ്വാഭാവികമാണ്. അതാണ് നമ്മൾ ഡോക്ടർ P സരിനിലൂടെയും ഷാനിബിലൂടെയും ഒക്കെ നമ്മൾ കണ്ടത്.
എന്തായാലും ഈ ചാണ്ടി ഉമ്മന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഇനി നമ്മുടെ വി ഡി സതീശനും സംഘവും നടത്തുന്ന വെളുപ്പിക്കലാകും വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണാൻ പോവുക എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.